Hi guys, welcome back to our channel Rasha Ramshi and yes, welcome to our second mini vlog. ഇത് മിനി വ്ളോഗ് ആവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഈ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഹായ്, ദിസ് ഇസ് റഷ ആൻഡ് ദാറ്റ്സ് മൈ പാർട്ട്ണർ റംഷി. അപ്പം നമ്മൾ ഇന്നൊരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നുമില്ല. എന്തായാലും നമുക്ക് ദുബായി പോകണം. അവിടെ എത്തിയിട്ട് ഏത് സ്പോട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ആദ്യം ഫുഡ് കഴിക്കാം. എന്തായാലും അവിടെ എത്തുന്ന വരെ ഒരു 1.5 hour ടൈം ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ നെൽസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടുന്ന് എന്നിട്ട് നല്ല അടിപൊളി വെജിറ്റബിൾ മീൽസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഹോണസ്റ്റ്ലി ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറൊന്നും ഒന്നുമല്ല, അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട ഈ ഔട്ട്ഫിറ്റിൻ്റെ പാൻസ് ഒന്നും മാറ്റാണ്ടായിരുന്നു. ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ജീൻ ഇട്ടതാണ്. അപ്പം പോണ വഴിക്ക് R&B പോയിട്ട് ഒരു പാൻറ്റും പിന്നെ അതിലേക്കൊരു ഷൂ എടുക്കണം. അങ്ങനെ ഞാൻ വേഗം അവിടെ കയറിയിട്ട് പാൻസും ഷൂവും നോക്കി. ആ ഗ്യാപ്പിൽ ചിക്കുൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് നമ്മൾ DJIൻ്റെ ഗിംബൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയി. ആ പണികളൊക്കെ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടു. ഞാൻ അധികവും കാറിൽ പോകുന്ന ടൈമിലാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യൽ. അതുപോലെ തന്നെ ഇന്നും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയണം. കാരണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കണം. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താണ് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇടുക, അത്ര സിമ്പിൾ പരിപാടിയായിട്ട് തോന്നും. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിന് എത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. കാരണം ട്രൈപോഡ്, ഗിംബൽ, മൈക്ക്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓവറോൾ സെറ്റ് ചെയ്യണം. ഇതിന് മുന്നേ ചെയ്ത വ്ളോഗിൽ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലേനു. ഈ ഫോൺ മാത്രം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ആൻഡ് വോയിസ് ഓവർ കൊടുത്തത്. മൈക്ക് കാര്യങ്ങൾ, ട്രൈപോഡ്, ഗിംബൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേനു. ഇപ്പം അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. ആൻഡ് ഫൈനലി നമ്മൾ ദുബായിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ ദുബായിലെ ദ മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള ദുബായ് മോളിലേക്കാണ്. ഇവിടെ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും കുറച്ചായി ഇപ്പോൾ പോയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേസിനെ ചൂസ് ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡിലെ ലക്ഷറി കാർസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിനെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ദുബായ് മോളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ബുർജ് ഖലീഫിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പം ചില ആൾക്കാർ വിചാരിക്കും ഇത് എല്ലാവർക്കും പറയണ കാര്യമില്ല, എന്തിനങ്ങനെ എടുത്ത് പറയുന്നതെന്ന്. അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറി കേട്ടോ. കുറച്ച് അധികം ടൈം അവിടെ പോയി എന്ന് വേണം പറയാൻ. കാരണം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ കറങ്ങിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. സൺഡേ ആയതുകൊണ്ടാവാം അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 1200+ ഷോപ്സും പിന്നെ ലക്ഷറി ബ്രാൻഡ്സ് മുതൽ എവറി ഡേ ഫാഷൻ വരെ ഉണ്ട്. പിന്നെ ലിറ്ററലി എവറിതിങ് അണ്ടർ വൺ റൂഫ് എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല ഹ്യൂജ് അക്വേറിയം, ഐസ് റിങ്ക്, സിനിമാസ്, കിഡ്സ് പ്ലേയിങ് ഏരിയ, പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വരാൻ പറ്റിയിട്ടുള്ള, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇവിടെ. ആൻഡ് വൺസ് യു സ്റ്റെപ്പ് ഔട്ട്സൈഡ് യു വിൽ സീ ദ മാജിക്കൽ ദുബായ് ഫൗണ്ടൻ ഷോ. ടോട്ടലി മൈൻഡ് ബ്ലോയിങ് ആണ്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം. എവിടെയും പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വാഷ്റൂം പോകണം. അത് നമുക്ക് രണ്ടാക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ ആയിരുന്നു. ഇനി ദുബായ് മോളത്തെ വാഷ്റൂം ആരും കണ്ടില്ല എന്ന് പറയണ്ട, കണ്ടോളി. അവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കണ്ട കേട്ടോ LVൻ്റെ ബാഗ്. ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയി. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡൈവിങ് പോസിൽ നിൽക്കുന്ന ഹ്യൂമൻ സ്കൾപ്ചേഴ്സ് എന്നാണ് കേട്ടോ. ഏകദേശം 24 meters ഹൈറ്റുള്ള ഈ ഇൻഡോർ വാട്ടർഫോള് മാളിൻ്റെ മൾട്ടിപ്പിൾ ഫ്ലോർസിലായിട്ട് കണക്ട് ചെയ്ത രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ വിസിറ്റേഴ്സ് ഫ്രം ദ ഡിഫറെൻറ്റ് ലെവൽസ് ക്യാൻ എൻജോയ് ദ സെയിം വ്യൂ. ആദ്യമൊക്കെ ഈ സ്കൾപ്ചേഴ്സ് പ്ലെയിൻ ആയിരുന്നു, പിന്നെ അത് അവർ അപ്ഗ്രേഡ് ചെയ്ത് വന്നാട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ ഹ്യൂജ് ഡൈനോസർ സ്കെൽട്ടൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സ്കെൽട്ടൻ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമല്ല, ഇത് ദുബായ് ഡൈനോ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ റിയൽ ഫോസിൽ. അറൗണ്ട് 150 മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടനാണ്. ഇത് USA എന്നാണ് കണ്ടെത്തിയതെങ്കിലും പിന്നീട് ദുബായ് മണ്ണിലേക്ക് കൊണ്ടുവന്നതാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ സ്കൾട്ടന് വേൾഡിൽ തന്നെ റയർ ആയിട്ടുള്ള ഒരു സ്പെസിമെൻസിലൊന്നാണ്. ഇത് ഏകദേശം 24 മീറ്റേഴ്സ് ലോങ്ങും പിന്നെ 7 മീറ്റർ ഹൈറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും മാസീവ് ആയിട്ടുള്ള ഒരു സ്കൾട്ടനാണ് കേട്ടോ. സോ ഇറ്റ്സ് വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ഇൻസൈഡ് ദുബായ് മാൾ എന്ന് വേണം പറയാൻ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് അതിലൊരു മെയിൻ തിങ് ആണിത്. ആൻഡ് മെയിനായിട്ട് ഇതിൽ 90% ഒറിജിനൽ ബോൺസ് ആണുള്ളത്, വിച്ച് മേക്ക് ഇറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ ഡൈനോസർ ഫോസിൽ ഇൻ ദ വേൾഡ്. സോ നിങ്ങൾ ദുബായ് മോൾ വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സംതിങ് യു ഷുഡ് നെവർ മിസ്. കാരണം ഇത് നമ്മളെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കിലെ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റോളക്സിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്വേറിയം വേൾഡിൽ തന്നെ ലാർജസ്റ്റ് സസ്പെൻഡഡ് അക്വേറിയത്തിലൊന്നാണ് കേട്ടോ. ഇവിടെ തൗസൻഡ്സ് ഓഫ് മറൈൻ ആനിമൽസിനെ കാണാം, ഇൻക്ലൂഡിങ് ഷാർക്സ് ആൻഡ് റേസ്. ആൻഡ് യു ക്യാൻ സീ ദിസ് ഹ്യൂജ് ഗ്ലാസ് പാനൽ. ഇത് ഏകദേശം 10 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ടാങ്കാണ്. പിന്നെ നമ്മളൊരു 200 dirhams ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ടണലുണ്ട്. ആൻഡ് വി ക്യാൻ എക്സ്പീരിയൻസ് മറൈൻ ലൈഫ് സോ ക്ലോസ്ലി എന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, കാരണം 400 dirhams ഒക്കെ കൊടുത്ത് കയറിയിട്ട് നമുക്ക് മുതലാവില്ല. സോ നമ്മൾ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നിടത്തോളം കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ലുലു ഹൈപ്പറിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര ലോങ് ആയിപ്പോയി. അപ്പോൾ പോകുന്ന വഴിക്കാണ് ആപ്പിൾ സ്റ്റോർ വരുന്നത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ചിക്കുനൊരു ഹെഡ്ഫോൺ എടുക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ കയറി ഗൈസ്. കുറച്ച് നേരം ഗെയിം കളിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ അവസ്ഥ. അങ്ങനെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം എന്ന്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിലേക്കൊരു ഫൗണ്ടെയിൻ ഷോ ഉണ്ട് എന്ന് നൈറ്റ്. അത് ഇവിടെ വെച്ചിട്ടാട്ടോ നടക്കൽ. ആൻഡ് ആ സൈഡിലാണ് ബുർജ് ഖലീഫ വരുന്നത്. ഈ ടൈമിലൊന്നും അത്ര ക്രൗഡ് ഉണ്ടാവില്ല. രാത്രി ആ ഒരു ഷോൻ്റെ ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരിക്കും. പിന്നെ അരമണിക്കൂർ ഇടവിട്ടിട്ടായിരിക്കും ഷോ ഉണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ട് എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ വന്നപ്പം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് വേണോ ഇല്ലാത്തത് വേണോ. അപ്പോൾ ചിക്കു പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി ഡിസ്കസ് ചെയ്യാമെന്ന്. അങ്ങനെ 200 dirhams ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടും കൂടെ നോക്കുമ്പം. അപ്പം പിന്നെ വിചാരിച്ചാൽ എന്തായാലും കുഴപ്പമില്ല, ജിമ്മിലൊക്കെ പോകുമ്പോൾ എന്തായാലും നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് തന്നെ വേണം. അങ്ങനെ അത് എടുത്തിട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ചിക്കുവിന് അത് അൺബോക്സ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. അപ്പം നമ്മൾ ആഗ്രഹം കൂടെ സാധിച്ച് അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഓക്കെ ആയിട്ടാട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അടിപൊളി സാധനം കേട്ടോ, കാരണം പുറത്തുള്ള ഒരു നോയ്സും കേൾക്കുന്നില്ല. നോയ്സ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി സാധനം. പിന്നെ നമ്മൾ ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം നടന്ന് നല്ല ടയേർഡായിക്കണേ, ഫുഡും കഴിച്ചിട്ടില്ല. രാവിലെ ആ ചോറ് തിന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ടൈം പോയത് അറിഞ്ഞിട്ടുമില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ലുലുവിലേക്ക് വിട്ടു.
കണ്ടോ ഒരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ട്രോളി എടുത്തിട്ടാണ് നമ്മളെപ്പോഴും കയറുക. ഇപ്രാവശ്യം 2 ട്രോളി കണ്ടിരുന്നു. മെയിനായിട്ട് നമ്മളിവിടെ വന്നത് കാലൊക്കെ നടന്ന് കൂട്ടി. അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും കിട്ടിയില്ല. വന്ന സ്ഥിതിക്ക് ന്യൂട്രാജീനൻ്റെ 2 സെറം എടുത്തു. പിന്നെന്താ ഷോക്സ് ഇല്ലെങ്കിൽ പാൻറ്റേഡ് വെച്ച് ഒട്ടിക്കും. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് കോണിൻ്റെ സാലഡും 2 ബീഫ് ബർഗറും ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്വീറ്റ് കോൺ കുറച്ചായിപ്പോയോ, കുറച്ചും കൂടി വാങ്ങായിരുന്നു എന്ന് പറഞ്ഞ് തിന്നപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാ ആ ബീച്ചിലൊക്കെ കിട്ടുന്ന ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാണ് വാങ്ങിയത്. ബർഗറൊക്കെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ കുറേ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഫുഡ് പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ച് ഇവിടുന്ന് ഇനി കഴിക്കണ്ട, ഇനി പുറത്ത് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് കോണൊക്കെ വാങ്ങിയ സ്ഥിതിക്ക് വേണ്ടാഞ്ഞിട്ടും കഷ്ടപ്പെട്ട് തിന്ന് തീർത്തിട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടണം, അത് നിർബന്ധമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് സാധാരണ ചിക്കുവിൻ്റെ പോക്കറ്റിലാണ് ഉണ്ടാവല്, അതുകൊണ്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാങ്ങിയ ബാൻഡേഡൊക്കെ എടുത്തൊട്ടിക്കാമെന്ന് വിചാരിച്ച് വലിയ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് പുതിയ ഷൂ ഒക്കെ വാങ്ങിയിട്ട് നടന്നതായിരുന്നു. കാലൊക്കെ പൊട്ടിപ്പണിയായെന്ന് വേണം പറയാൻ. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു സ്പെക്സിൻ്റെ ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണിത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു ഫേസ് കാണുമ്പം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഷോ തുടങ്ങാനായിട്ടുണ്ട്. രാത്രിയായ പിന്നെ ഇതാണ് അവസ്ഥ, ഭയങ്കര ക്രൗഡായിരിക്കും, കുറേ ആൾക്കാരുണ്ടാവും. അരമണിക്കൂർ കൂടുമ്പോൾ ഷോ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് എങ്ങാനും ഉണ്ടാവുള്ളൂ ഷോ. അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.